എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്താണുള്ളത്. ഏലം കൃഷിയാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വേനൽക്കും വന്ന് വീഡിയോ ചെയ്തിരുന്നൊരു തോട്ടമാണ് നമ്മുടെ കിരൺ ഭായിയുടെ തോട്ടം. അപ്പോൾ നെടുങ്കണ്ടത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. നമസ്കാരം കിരൺ ചേട്ടാ. നമസ്കാരം ഡെനിസ് ഭായ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേനൽക്ക് നമ്മൾ ഇവിടെ വന്ന് കൃഷി അറിവുകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നിപ്പോൾ ആഗസ്റ്റ് 17, 2026 ഡേറ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ തോട്ടത്തിലേക്ക് വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണിത്. നല്ല രീതിയിലുള്ള ആ കായൊക്കെ കയറിയിട്ടുണ്ട്. ചേട്ടൻ ചിലവ് കുറച്ച് സ്മാർട്ട് വർക്കൊക്കെ ചെയ്തിട്ടാണ് ഇത് ഇത്രയും കയറ്റിയെടുത്ത് ഉൽപ്പാദനമാക്കിയെടുത്തത്. അപ്പോൾ ആ ഒരു രീതി നമ്മുടെ കർഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാമല്ലോ. ഈ വർഷം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ചുവട്ടിൽ ഡോളമെറ്റ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാൽസ്യം സ്പ്രേയും ആ കൂടെ ടോപ്പ് കോഡ് മിറാക്കിൾ ഇത് സ്പ്രേ കൊടുത്തു. പിന്നെ ഒരു ഫോളിയാർ. ഇത്ര മാത്രമേ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 6-7 മാസം മുമ്പ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത് കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുത്തായിരുന്നു. ആവശ്യത്തിൽ 1 കിലോ മിച്ചം എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേരിന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേരുപുഴു ലിമിറ്റോട് അത്യാവശ്യം കൺട്രോൾ ആയാലും വേരുപുഴു ഉണ്ടായിരുന്നു. നമ്മൾ വേലും പ്രൈം കലക്കി ഒഴിച്ചായിരുന്നു. പക്ഷേ അതിന് ശേഷം വേരുപുഴു കൺട്രോൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാട്ടാപ്പും മേടയും കൂടെ കൂട്ടി ഒന്ന് ട്രെഞ്ച് പോയായിരുന്നു. ട്രെഞ്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു തണ്ടുവരപ്പന കുറേച്ചന മേട കൂട്ടി ആ കൂടെ അസോസ്റ്റോബിന് ടോപ്പിക്കോണസോൾ ഒരു ഫംഗിസൈഡർ കൂട്ടി മൊത്തം കുളിപ്പിച്ച് ഒരു സ്പ്രേ കൊടുത്തു. നമ്മൾ അതിന് ശേഷം നമ്മൾ ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ടോപ്പ് കോഡ് തന്നെ വാമുണ്ട്, റൂട്ട് കാർഡ് എന്ന് പറഞ്ഞ് അതും ആ കൂടെ NPK ബാക്ടീരിയ കൂട്ടി നമ്മൾ ചോട്ടിൽ ഒരു ട്രെഞ്ച് പോയായിരുന്നു. ട്രെഞ്ച് പോയി കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു ഫോളിയാറും കൂടെ MKP മൈക്രോ ന്യൂട്രിയൻസ് പിന്നെ ഈ ടോപ്പ് കോഡ് തന്നെ മിറാക്കിൾ. അപ്പോൾ ഇത് മൂന്നും കൂടെ ട്രെഞ്ചും പോയി. ട്രെഞ്ചല്ല ഫോളിയാർ പോയി കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം അരിമ്പൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ കൂടെ ഈ വേരിൻ്റെ കൊടുത്തതിൻ്റെ ടോപ്പ് ഇത് കൊടുത്തപ്പോഴേക്കും റൂട്ട് കാർഡ് കൊടുത്തപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വേരുമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊടി വേര് ഇതിപ്പോൾ ഒരു പഴയൊരു ചാരം ഞാൻ കാണിച്ചു തരാവേ. പഴയ ചരത്തെ വരെ കാ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇപ്പം തന്നെ എത്ര കായുണ്ട്? 5 കായും ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അടുത്ത അരിമ്പ് വരുന്നുണ്ട്. പിന്നെ ഈ സീസണിൽ ചെയ്തേ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ബാക്കി നമ്മളതിന് ശേഷം ചിലേറ്റഡ് കാൽസ്യം ഒരു 100 ഗ്രാമും ടോപ്പ് കോഡ് തന്നെ മിറാക്കിൾ ഒരു 300 മില്ലിയും ഫോളിയാർ സ്പ്രേ പോയായിരുന്നു. ഇപ്പം ഇവിടെ തട്ടയ്ക്കൊക്കെ വണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ CN കൊടുത്തിട്ടില്ല. ഇപ്പം ഇതിനകത്ത് നൈട്രജൻ കണ്ടൻറ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ചിലേറ്റഡ് കാൽസ്യം കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം മഞ്ഞപ്പിഞ്ചെല്ലാം കൺട്രോളായിരുന്നു. ആ കൂടെ നമുക്ക് കായ്ക്ക് വലിപ്പവും വെക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ കായ എടുത്തതിന് ശേഷമാണ് അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ചോട്ടിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം ചോട്ടിലൊരു 12-18 പ്ലസ് മൈക്രോ ഫുഡ് മഴയാണെങ്കിൽ ഇട്ട് കൊടുക്കാനും ഒരു 100 ഗ്രാം വെച്ച് 150 മൈക്രോ ഫുഡ് ഇട്ട് കൊടുക്കാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കൂടെ നമ്മൾ ഫോളിയാറും കൂടെ പോകണം. ഫോളിയാർ പോകുകയെന്ന് പറഞ്ഞാൽ MKP 1 കിലോയും ഒരു 100 ഗ്രാം മൈക്രോ ഫുഡ് 100 അല്ല 300-250 ഓരോ കമ്പനിയുടെ അളവുണ്ടല്ലോ, ആ അളവിന് കൊടുക്കാനും ആ കൂടെ ടോപ്പ് കോഡ് തന്നെ മിറാക്കിൾ ഒരു 300 ml കൂട്ടി സ്പ്രേയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കിരൺ ചേട്ടാ, ഒരുപാട് നന്ദി. ഇത്രയൊക്കെ ചെറിയ അറിവുകൾ ആണെങ്കിലും വലിയ അറിവുകളാണ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ കാണിച്ചു തന്ന മനസ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും വരാം. വരും, നമുക്ക് ഇടയ്ക്ക് കാണാം. ഓക്കെ, ഒരുപാട് നന്ദി കേട്ടോ.